ദൈവനാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് 114 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുകയാണ്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും, യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ, യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവും ആയിത്തീർന്നു. ഇത് ഒരു യാത്രാ സങ്കീർത്തനമാണ്, പിൽഗ്രിം സാംസ്. അതുപോലെ തന്നെ ഇതൊരു ചരിത്ര സങ്കീർത്തനമാണ്. വലിയവനായ ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത അദ്ഭുത പ്രവൃത്തികളെ സങ്കീർത്തനക്കാരൻ ഇവിടെ സ്മരിക്കുകയാണ്, നമ്മെ ഓർപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ മാത്രം ഈ ഭാഗത്ത് നിന്ന് സംസാരിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്നാമതായിട്ട് പറയുന്നത്, ഇസ്രായേൽ ഗൃഹം മിസ്രൈമിൽ നിന്ന് അന്യഭാഷയുടെ ജാതിയുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ദൈവം വിടിവിച്ച് കൊണ്ടുവന്ന ഒരു ജനം, മിസ്രൈം അടിമത്വത്തിൽ കഴിഞ്ഞ ജനം നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ നിലവിളി കേട്ടു. അവരുടെ കഷ്ടം ഞാൻ കണ്ടു, അവരെ വിടിവിക്കാനായി ഞാൻ ഇറങ്ങി വരുന്നു എന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്ത് മോശ മുഖാന്തരമായി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടിവിച്ചു എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് നമ്മെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി വിടിവിച്ചിട്ടുള്ള ഒരു ദൈവമായതുകൊണ്ട് നാം കർത്താവിനെ നന്ദി കയറ്റുക. 2-ാമത്തെ കാര്യം ഇവിടെ ഓർപ്പിക്കുന്നത്, അവർ ദൈവത്തിൻ്റെ നിവാസമായി മാറി എന്നുള്ളതാണ്. ദേ ബിക്കം എ സെഞ്ചുറി ഓഫ് ദ ലോർഡ്. കർത്താവ് അവരുടെ മധ്യത്തിൽ വാസം ചെയ്തു. ദൈവം നമ്മെ വിടിവിക്കുകയും നമ്മുടെ മധ്യത്തിൽ ദൈവം വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രിവിലേജ്. പ്രിയമുള്ളവർ, എന്നാൽ താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നു, അതിനുശേഷമാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ. സമുദ്രം അവനെ കണ്ട് ഓടി, പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ തുള്ളിച്ചാടി. സമുദ്രമേ, നീ ഓടുന്നത് എന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത്? ഇവിടെ പറയുകയാണ്, പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും അതുപോലെ തന്നെ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്ന എന്ത്? ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരു ആർത്ത് ഉല്ലസിക്കുന്നത് പോലെയാണ്. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിമിത്തമായി അവിടെ വലിയ വിടുതലുകൾ സംഭവിക്കുകയാണ്. ആകാശത്തിലും ഭൂമിയിലും ആ മരുഭൂമിയിലും ആരണ്യത്തിലും സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടുകൊണ്ട് ഈ ജനം സന്തോഷത്തോടെ യാത്ര ചെയ്യുകയാണ്. രക്ഷിക്കപ്പെട്ട ജനം, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ജനം, കർത്താവിൻ്റെതായിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയും നടത്തപ്പെടുന്ന ജനം, അനുഗ്രഹിക്കപ്പെട്ട ജനം, ആ ജനമാണ് നാം. അതുകൊണ്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഈ പകൽക്കാലം നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.